കൊടുക്കുക. പുളിച്ചിക്ക കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞു. അതിൽ പുളിച്ചിക്ക ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കോരിയെടുക്കാം. നെല്ലെണ്ണയിലാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലെണ്ണ ഒഴിച്ചു അരി വറുത്ത് കോരാം. ഒരു ടീസ്പൂൺ അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അരി മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഉഴുന്നും പരിപ്പ് വറുത്ത് കോരാം. കുറച്ച് ഉലുവ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉഴുന്ന്, അരി, ഉലുവ ഇത്രയും വറുത്ത് കോരിയിട്ടുണ്ട്. അത് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ. പുളിച്ചിക്ക വെന്തിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. പുളിച്ചിക്ക വേവിച്ചതാണ്. അതിന് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. അരി, ഉഴുന്ന് എല്ലാം വറുത്ത എണ്ണയാണ്. ഇത് കടുക് വറുക്കാൻ പോകുന്നത്. കടുക്, മുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇട്ട് പച്ചക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി, വറുത്ത് വെച്ച പൊടി അരച്ചത്, ഉലുവ, ഉഴുന്ന്, അരി ഇത് ഇത്രയും പൊടിച്ചു വെച്ചതാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിച്ചു വെച്ച പുളിച്ചിക്കയാണ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കാം. പുളിച്ചിക്ക കറി ശരിയായിട്ടുണ്ട്. അത് നമുക്ക് ഇറക്കി വെക്കാം.